പ്രണയത്തിനിടെ ഉണ്ടായ ഒരു കൊടും ചതിയുടെ വാർത്തയുടെ പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്കാണ്. ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ കാമുകനായ വൈശാഖനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കോഴിക്കോട് ഏലത്തൂരിലുണ്ടായ ഈ സംഭവത്തിലെ ചില നിർണായക വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. ഈ സംഭവത്തിൽ 16 വയസ്സ് മുതൽ തന്നെ പ്രതിയായ വൈശാഖൻ ഈ യുവതിയുമായി ബന്ധത്തിലുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അതിക്രൂരമായി ഇയാൾ ഈ യുവതിയെ വർഷങ്ങളായി പീഡിപ്പിച്ചിരുന്നുവെന്നും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നു. യുവതിയുമായി ഏലത്തൂർ സ്വദേശി വൈശാഖൻ വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. വൈശാഖന്റെ ഇൻഡസ്ട്രിയിലാണ് ശനിയാഴ്ച യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നായിരുന്നു ആദ്യം കരുതിയത്. എന്നാൽ സ്ഥലത്തെ CCTV പരിശോധിച്ച പോലീസിനുണ്ടായ സംശയമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ ഒരുമിച്ച് ജീവിക്കാനാവില്ലെന്നും പകരം ഒരുമിച്ച് മരിക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് വൈശാഖൻ യുവതിയെ ശനിയാഴ്ച രാവിലെ തന്റെ ഇൻഡസ്ട്രിയിലേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്ന് വൈശാഖും യുവതിയും കസേരയിൽ കയറി നിന്ന് ആത്മഹത്യ ചെയ്യാനായി കഴുത്തിൽ കുരുക്കിട്ടെന്നും ശേഷം യുവതിയുടെ കസേര തട്ടിമാറ്റി വൈശാഖൻ ഇയാളെ കൊലപ്പെടുത്തിയെന്നുമാണ് പോലീസിന് വൈശാഖൻ തന്നെ നൽകിയിരിക്കുന്ന മൊഴി. യുവതി പ്രായപൂർത്തിയാകും മുൻപേ വൈശാഖൻ പീഡിപ്പിച്ചിരുന്നതായും ഇയാൾ പോലീസിനോട് മൊഴി നൽകി. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ കുറച്ചു കാലമായി വിള്ളൽ വീണിരുന്നു. മറ്റ് സ്ത്രീകളുമായി ഇയാൾക്കുള്ള ബന്ധം ഈ യുവതി ചോദ്യം ചെയ്തിരുന്നുവെന്നും അതുപോലെ തന്നെ ഇരുവർക്കുമിടയിലുള്ള ബന്ധം പ്രതിയായ വൈശാഖന്റെ ഭാര്യ അറിയിക്കുമെന്ന് യുവതി പറഞ്ഞതും ഇരുവരുമായുള്ള ചില സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് യുവതി പറഞ്ഞതുമെല്ലാം കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളായി കരുതപ്പെടുന്നു. എന്തായാലും തന്റെ ഭാര്യ ഈ ബന്ധം അറിയുമോ എന്ന ഭയവും ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് പ്രതിയെ നയിച്ച കാരണങ്ങളിൽ ഒന്നാണ്. കസ്റ്റഡിയിലെടുത്ത വൈശാഖനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. മാത്രമല്ല പോക്സോ അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ഇയാൾക്ക് മേൽ ചുമത്തുമെന്നും ഈ ഘട്ടത്തിൽ പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നു.